ഉദ്ഘാടന പരിപാടി ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. മൗന പ്രാർത്ഥനയാണ്. സോറി. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷ, അതുപോലെ തന്നെ ഉദ്ഘാടകൻ, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ചെസ് പ്രേമികളെ, ചെസ് കളിക്കാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ കണ്ണൂർ ജില്ലയുടെ സീനിയർ ഓപ്പൺ ജില്ലാ ചെസ് ടൂർണമെൻ്റാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരത്തോടെയുള്ള ഈ ടൂർണമെൻറ്റ് ആദ്യ 4 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് സ്റ്റേറ്റിൽ മത്സരിക്കാനുള്ള യോഗ്യത ലഭിക്കുന്നതായിരിക്കും. സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരത്തോടെയുള്ള സർട്ടിഫിക്കറ്റും ട്രോഫിയും അവർക്ക് ലഭിക്കും. കുട്ടികളാണെങ്കിൽ അവർക്ക് SLC, +2 എക്സാമിന് ഗ്രേസ് മാർക്ക് നൽകുന്നത് ഉൾപ്പെടെ ഇത്തരം സർട്ടിഫിക്കറ്റിലൂടെയാണ് ലഭിക്കുന്നത്. ഇത്തരം സർട്ടിഫിക്കറ്റ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ട് സീനിയർ ചെസ് ടൂർണമെൻ്റ് ആണെങ്കിലും അതാണ് കുട്ടികളുടെ പങ്കാളിത്തം കൂടുതലായിട്ട് കാണുന്നത്. ജില്ലാ ചെസ് ഓർഗനൈസിംഗ് കമ്മിറ്റി, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഓരോ ജില്ലയിലും ജില്ലാ സ്പോർട്സ് ഓർഗനൈസിംഗ് കമ്മിറ്റി ഉണ്ടാക്കി ആ ഓർഗനൈസിംഗ് കമ്മിറ്റിയാണ് ചെസ് ടൂർണമെൻറ്റ് നടത്തുന്നത്. ഓർഗനൈസിംഗ് കമ്മിറ്റി നടത്തുന്ന ചെസ് ടൂർണമെൻറ്റ് എല്ലാം സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരത്തോടെ ഉള്ളതാണ്. അതുമാത്രമല്ല, കുട്ടികളുടെ ഭാവിക്ക് പല ലെവൽ കാറ്റഗറിയിൽ ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട്. അണ്ടർ-7 തൊട്ട് അണ്ടർ-9, അണ്ടർ-11, അണ്ടർ-13, അണ്ടർ-15, അണ്ടർ-19 സീനിയർ വിവിധ കാറ്റഗറികളായിട്ട് ഒരു വർഷം നമ്മൾ ടൂർണമെൻറ്റ് നടത്തി വരികയാണ്. അതിന് ഏറ്റവും എടുത്തു പറയാനുള്ളത്, നമുക്കൊരു ബോർഡോ ഒരു സാധനമോ ഇല്ലാതിരുന്നപ്പോൾ നമ്മുടെ ചെസ് കുട്ടികളുടെ മാതാപിതാക്കൾ കഴിഞ്ഞ അണ്ടർ-19 ടൂർണമെൻറ്റ് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടക്കുമ്പോൾ 40 ബോർഡിനെ ക്യാഷ് സ്പോൺസർ ചെയ്തു. അവർക്കൊരു ബിഗ് ക്ലാപ്പ്. ഏകദേശം 11,000 സംതിങ് 12,000 രൂപയോളം ക്യാഷ് അന്ന് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് 40 ബോർഡ് ഇവിടെ പർച്ചേസ് ചെയ്തു. 12,000 രൂപയാണ് അതിൻ്റെ കോസ്റ്റ്. 40 ബോർഡ് ഇന്ന് ഇവിടെ പുതിയതായിട്ട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് വാടകയ്ക്ക് ഒന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. കാര്യങ്ങൾ നമുക്ക് ചെസ് കളിക്കാർക്കറിയാം, നമുക്ക് കളി വേഗം തുടങ്ങണം. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷ, നമ്മുടെ പേരാവൂർ പഞ്ചായത്തിലെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ക്ഷണിച്ചാൽ ജസ്റ്റ് നമുക്ക് 2 ദിവസം മുന്നേ 3 ദിവസം മുന്നേ വിളിക്കണം എന്നല്ല പറയും. അതുപോലെ ജസ്റ്റ് 1 മണിക്കൂർ മുന്നേ വിളിച്ചാലും ഓടിയെത്തി പേരാർ പഞ്ചായത്തിലെ ഏതൊരു പരിപാടിക്കും ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിക്കും. നമ്മുടെ ഉദ്ഘാടകൻ പി ബാലകൃഷ്ണൻ MLA ആയി പ്രസിഡന്റ് ആയിരുന്നു. സാറിന് പനിയായതുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിഷാ ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റാണ് വന്നിരിക്കുന്നത്. നിഷാ ബാലകൃഷ്ണനെ ഇന്നത്തെ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ നമ്മുടെ സ്പോർട്സിനെ സ്നേഹിക്കുകയും എന്ത് പരിപാടിക്കും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്ന KK പവിത്രൻ മാസ്റ്ററാണ്. KK പവിത്രൻ മാസ്റ്റർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയാണ്. സാറിനെ ഇന്നത്തെ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ബഹുമാനത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ്. ആശംസകൾ അർപ്പിക്കാനെത്തിയ നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ ഈ ടൗൺ വാർഡിലെ മെമ്പർ റജീന സിറാജ് ഏത് പരിപാടിക്കും നമ്മളെ കൂടെ നിൽക്കുന്ന ആളാണ്. മാഡത്തിനെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത നമ്മുടെ കണ്ണൂർ ജില്ലാ ചെസ് ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനറാണ് VU സെബാസ്റ്റ്യൻ അവർകളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഓർഗനൈസിംഗ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ സജീവനെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്ക് നന്ദി അർപ്പിക്കാനായി ഇവിടെ എത്തിയത് നമുക്ക് ഏത് ഹെൽപ്പും ചെയ്തു തരുന്ന നമ്മുടെ കൃഷ്ണമേനോൻ വനിതാ കോളേജിലെ ടീച്ചറായ ഡോക്ടർ ഷാനവാസാണ്.
ജില്ലാ ചെസ് ഓർഗനൈസിംഗ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഏത് പരിപാടിക്കും വിളിച്ച വിളിപ്പുറത്തുള്ള ഷാനവാസ് സാറിനെ ഈ ഇന്നത്തെ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ബഹുമാനത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ആർബിറ്ററായിട്ട് സ്മേര എസ് ഉണ്ട്. നമ്മൾ എല്ലാ പരിപാടിക്കും അച്ഛൻ്റെ കൂടെ സുഗുണേഷ് ബാബു സാറിൻ്റെ കൂടെ മകളുമുണ്ട്. നമ്മൾ ഏത് പരിപാടിക്കും എത്രയും ക്ഷണം സ്വീകരിച്ചെത്തുന്ന അവർക്കും അതുപോലെ തന്നെ ഇവിടെ എത്തിയ എല്ലാ ചെസ് കളിക്കാർക്കും രക്ഷാകർത്താക്കൾക്കും സ്പോർട്സ് പ്രേമികൾക്കും അതുപോലെ തന്നെ ഈ സൗകര്യം ഒരുക്കി തന്നെ റോബിൻസ് മാനേജ്മെൻറ്റിനും എല്ലാവർക്കും വിട്ടുപോയിട്ടുള്ള ക്ഷമിക്കുക എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായിട്ട് നിഷാ ബാലകൃഷ്ണൻ മേഡത്തിനെ ക്ഷണിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്ന വളരെ ബഹുമാന്യനായ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് KK പവിത്രൻ മാസ്റ്റർ അവർ, സ്വാഗതം പറഞ്ഞിട്ടുള്ള സുജീഷ്, ജനപ്രതിനിധിയായിട്ടുള്ള റെജീന സർറാജ്, ആശംസകൾ അർപ്പിക്കുന്ന സെബാസ്റ്റ്യൻ, അതുപോലെ സജീവനും, നന്ദി രേഖപ്പെടുത്തുന്ന ഡോക്ടർ ഷാനവാസ്, മറ്റ് പ്രിയപ്പെട്ടവർ. ജില്ലാതല ചെസ് ടൂർണമെൻ്റാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. പേരാവൂരിൻ്റെ മണ്ണിൽ തന്നെ സ്പോർട്സിന് ഏറെ പ്രാധാന്യമുള്ള ഒരുപാട് കായിക പ്രതിഭകളെ വാർത്തെടുത്ത പേരാവൂരിൻ്റെ മണ്ണിൽ ഇത്തരമൊരു ചെസ് കളി ജില്ലാതലം നടക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. ഒരുപാട് കായിക പ്രേമികളെ വാർത്തെടുക്കുന്നതിൽ പേരാവൂർ വളരെയേറെ പങ്കുവഹിച്ചിട്ടുണ്ട്. സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ഇവിടെ ഇന്ന് ഈ കളി നടക്കുന്നത്. ചെസ്സിനെ കുറിച്ച് അധികമൊന്നും എനിക്കറിയില്ല. കാരണം ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കാറുണ്ട് എന്താണ് ഈ ചെസ്സ് എന്നുള്ളത്. നമ്മുടെ എല്ലാം വായനശാലയിൽ ഇരുന്ന് ആളുകൾ മണിക്കൂറുകളോളം ഈ ചെസ്സിലേക്ക് മുഴുകുമ്പോൾ അവർ മറ്റൊന്നും ശ്രദ്ധിക്കാറില്ല. തൻ്റേതായ ലോകത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ന് പറഞ്ഞ പോലെ ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്ന് ചെസ്സ് കളിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഇത്രയും ഹരം പിടിച്ച കളിയാണോ ചെസ്സ് എന്നുള്ളത്. നമുക്കറിയാം മരോട്ടിച്ചൽ എന്ന ഗ്രാമത്തെ പോലും മാറ്റിയെടുത്ത ചെസ്സാണ്. ചെസ് കളിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. കുട്ടികൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈലിൻ്റെയൊക്കെ ലോകത്തു നിന്നും ഇത്തരം കളികൾ മാറ്റിയെടുക്കുന്നതിൽ അവരുടെ കുട്ടികളുടെ ഏകാഗ്രതയും അതുപോലെ ചിന്താശേഷിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിലൊക്കെ ചെസ്സ് വളരെ പ്രാധാന്യമുള്ള കളിയാണ്. എന്തായാലും കൂടുതലൊന്നും ചെസ്സിനെ കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല. പെട്ടെന്നാണ് ഈ ഒരു പരിപാടിയിലേക്ക് വിളിക്കുന്നത്, ഓടി വരികയായിരുന്നു. ഇന്നത്തെ ഈ ഒരു കളി ഒരു പരാജയമായി കാണാതെ വീണ്ടും ജയിക്കാനുള്ള ഒരു വളരെ തന്ത്രപൂർവ്വം കളിക്കേണ്ട കളിയാണ് ചെസ്സ് എന്നറിയാം. അത്തരത്തിൽ എല്ലാവർക്കും ഏറ്റവും നല്ല വിജയത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് പവിത്രസ്ഥാനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി നിഷ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബഹുമാനിയായ ശ്രീമതി റെജീന സർറാജ്, ചെസ് അസോസിയേഷൻ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലുമൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു സംവിധാനമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് അത് പിരിച്ചുവിടുകയും സംസ്ഥാന തലത്തിൽ തുടങ്ങി ജില്ലാ തലം വരെയുള്ള ടെക്നിക്കൽ കമ്മിറ്റികൾ സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയും ആ ടെക്നിക്കൽ കമ്മിറ്റിയാണ് ഇപ്പോൾ നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തുമെല്ലാമുള്ള മത്സര പരിപാടികൾ ഉൾപ്പെടെയുള്ള ചെസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജില്ലയിലെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ചെയർമാൻ കൺവീനർമാർ ഇവിടെ കൺവീനറും കൂടെ ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കാൻ തന്നെ ഇടയായിട്ടുള്ളത് അസോസിയേഷൻ പിരിച്ചുവിടുന്നതോടുകൂടി നമ്മുടെ ജില്ലയിലെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് നല്ല ബുദ്ധിശാലികളായ കുട്ടികൾ,
ചെസ്സിൻ്റെ എല്ലാ മർമ്മവും അറിഞ്ഞ് കളിക്കാൻ കഴിവുള്ള കുട്ടികൾ നമ്മുടെ ജില്ലയിൽ ധാരാളമായിട്ടുണ്ട്. ആ കുട്ടികളുടെ അവസരം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ടെക്നിക്കൽ കമ്മിറ്റിയെ വെച്ചുകൊണ്ട് മത്സര പരിപാടികളെല്ലാം നടത്തി കുട്ടികളുടെ ഭാവിക്ക് യാതൊരു തകരാറും സംഭവിക്കാത്ത വിധത്തിൽ ഈ തരത്തിലുള്ള മത്സര ഇനങ്ങൾ സംഘടിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ സീനിയർ ഓപ്പൺ ചെസ് ടൂർണമെൻ്റാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൻ്റെ മറ്റു വിഭാഗങ്ങൾ ഇനിയുമുണ്ട്. എല്ലാ മത്സരവും പേരാവൂരിൽ തന്നെ നടക്കുകയില്ല. ഒരു ഇനം ഇവിടെ നടക്കുന്നു. മറ്റ് 3-4 ഇനങ്ങൾ ജില്ലയുടെ മറ്റു ചില ഭാഗങ്ങളിലാണ് സാധാരണ നടക്കുക. പക്ഷെ കളിക്കാരായിട്ടുള്ളവർ പ്രത്യേകിച്ച് അവരുടെ പ്രായ പരിധി വെച്ചുകൊണ്ട് ആ മേഖലയിൽ അവർ ഏത് വിധേനയും എത്തിച്ചേർന്ന് കളിയിൽ പങ്കെടുത്ത് അവരുടെ മാറ്റ് ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരാറുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ചെസ്സിനെ സംബന്ധിച്ച് വളരെ വിശദമായി പ്രസംഗിക്കേണ്ട ഒരു സമയമല്ല ഇത്. കാരണം നിങ്ങളെല്ലാം മത്സരത്തിന് വന്ന് ഇന്ന് വൈകുന്നേരം വരെയുള്ള സമയം മത്സരത്തിൽ പങ്കെടുക്കേണ്ടവരാണ്, അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. പക്ഷെ എന്തായാലും ചെസ് കളിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നല്ല കാൽക്കുലേഷനും കണക്കുകൂട്ടലുകളുണ്ട് അവർക്ക്. കണക്കുകൂട്ടൽ നമുക്ക് ആവശ്യമാണ് എപ്പോഴും ജീവിതത്തിൽ. എല്ലാവരും കണക്കുകൂട്ടണമെന്ന് നമ്മുടെ ജീവിതം എങ്ങനെ ഏറ്റവും മെച്ചപ്പെട്ടതാക്കി കൊണ്ടുവരാൻ സാധിക്കണം എന്നുള്ളതിന് ഒരു കണക്കുകൂട്ടലുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ അംബീഷൻ എന്നൊക്കെ പറയാവുന്ന ഒന്നാണ്. നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്തായി ആരായി തീരണമെന്ന്. അപ്പോൾ അതൊരു പ്ലാനിങ് ആണ്. ആ പ്ലാനിങ് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ, നമ്മുടെ പഠനത്തിൽ, എല്ലാറ്റിലും ഒരു പ്ലാനിങ്ങിനുള്ള ഒരു മനസ്സാന്നിധ്യം ചെസ് കളിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ കളി നേരത്തെ ബഹുമാനിയ വൈസ് പ്രസിഡന്റിലൂടെ പറഞ്ഞതുപോലെ വായനശാലയുടെ മുമ്പിൽ ഇരുന്ന് ആളുകൾ ഇങ്ങനെ രാവിലെ തൊട്ട് രാത്രി വരെ ഭക്ഷണം കൂടി കഴിക്കാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അതൊരു ഹരത്തിൻ്റെ തന്നെ പ്രശ്നം. അത് തൻ്റെ കരുനീക്കങ്ങളുടെ ആലോചനയാണത്. ആ ആലോചനയാണ് നിങ്ങൾ കളിക്കുമ്പോൾ നടക്കുക. ചെസ്സെല്ലാം ഉണ്ട്. എന്നാൽ പോലും ഇന്നിവിടെ പരസ്പരം ആരാണ് ഏറ്റവും മികച്ച കളിക്കാരൻ എന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഈ മത്സര പരിപാടികളിൽ എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുകയാണ്. ആരാണ് ജയിക്കുക എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. എല്ലാവരെയും വിജയം ആശംസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പുതിയ ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചെസ് കളിക്കാരനെ നമുക്ക് എല്ലാവരും ഒരുപക്ഷെ പത്രത്തിൽ വായിച്ചു ലഭിക്കുന്നു. തമിഴ്നാടുകാരാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ വലിയ സൗകര്യങ്ങളൊക്കെ എടുത്ത് ഭയങ്കരമായ പഠിപ്പിക്കലൊക്കെ പഠിപ്പിച്ചിട്ട് വരുന്ന കുട്ടിയാണ്. സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമായി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ അസാമാന്യമായിട്ടുള്ള ബുദ്ധി വൈഭവം ശ്രദ്ധിക്കപ്പെടുന്നതോടുകൂടിയാണ് പ്രജ്ഞാനന്ദ ഓൾ ഇന്ത്യ ലെവലിൽ പിന്നീട് ലോകപ്രശസ്തരായി മാറുകയും ചെയ്യുന്നത്. ലോകത്തിലെ വലിയ കളിക്കാരെയെല്ലാം പരാജയപ്പെടുത്തിയ പ്രജ്ഞാനന്ദ ഇപ്പോഴും ഒരു കുട്ടിയാണ്, ഒരു ചെറിയ കുട്ടി മാത്രമാണ്. അപ്പം അത് ഞാൻ പറയുന്നത് കുഞ്ഞുനാളിലാണ് അതിന് കുറെ കൂടി കണക്കുകൂട്ടലുകൾക്ക് കുറെ കൂടി അർത്ഥമുണ്ടാവുക. അപ്പോൾ നല്ല ബുദ്ധി ചെറുപ്പത്തിലെ പരിശീലിക്കുക. എങ്ങനെ നമുക്ക് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ അഞ്ചാമത്തെയോ നീക്കത്തിന് എതിരാളിയെ തളച്ചിടാൻ സാധിക്കുക എങ്ങനെയാണ് എന്നുള്ള ദീർഘമേറിയ ആലോചനകളാണ് ചെസ്സിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാവിയിലും ജീവിതത്തിലും ഈ കണക്കുകൂട്ടലുകൾ നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനും പ്ലാൻ ചെയ്യാനും ഏറ്റവും മികച്ച ജീവിതം കയ്യെത്തിപ്പിടിക്കാനും സാധിക്കുന്ന ഒരു വ്യായാമമായി ഇത്തരം ചെസ് മത്സരങ്ങളെയും ചെസ് കളിയെയും നിങ്ങൾ കാണണം. രക്ഷിതാക്കൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നല്ല പ്രാധാന്യം നൽകുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ചെസ് അസോസിയേഷൻ്റെ തുടർന്ന്
ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും എല്ലാമുള്ള ചെസ് മത്സരങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ തന്നെ സംഘടിപ്പിച്ചു വരാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലെല്ലാം പങ്കെടുത്ത് നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ രക്ഷിതാക്കളും മുതിർന്നവരും എല്ലാം ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. ദീർഘമായി പ്രസംഗിക്കേണ്ട ഒരു സമയം അല്ലാത്തതുകൊണ്ട് മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് മെമ്പറായിട്ടുള്ള റെജീന സലാജിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ, അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ പവിത്രൻ സർ, ഇവിടെ ആശംസകൾ അർപ്പിക്കാനെത്തിയ സെബാസ്റ്റ്യൻ ദേവി, സജീവനൻ, അതുപോലെ സ്വാഗതം പറഞ്ഞ സുജീഷ്, നന്ദി പറയാനിരിക്കുന്ന ഡോക്ടർ ഷാനവാസ്. നമുക്കറിയാം പല ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ പല ഓൺലൈൻ ഗെയിമുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ബുദ്ധിയുടെ വളർച്ചയെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ഗെയിമുകളിൽ കുട്ടികൾ അഡിക്റ്റ് ആകുമ്പോൾ ഇതുപോലുള്ള ഓഫ്ലൈനായിട്ട് നമുക്ക് ഇതുപോലുള്ള ചെസ് പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ കുഞ്ഞു മക്കളും മാതാപിതാക്കളുടെ കൂടെ ഇവിടെ വന്നിരിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ചെസ് കളിയെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല, എന്നാലും ഒന്നറിയാം. കാരണം നമ്മുടെ മക്കളുടെ എല്ലാവർക്കും കളിക്കാൻ പറ്റിയ ഒരു കളിയല്ല, അതായത് വളരെ ബുദ്ധിപൂർവ്വം കളിക്കേണ്ട ഒരു കളിയാണിത്. അതുപോലെ നമ്മുടെ മക്കളുടെ ബുദ്ധി വളർച്ചയ്ക്കും അതുപോലെ ഭാവിയിൽ അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ഈ കളി കൊണ്ട് വളരെ പ്രയോജനമുണ്ട്. ഇതുപോലെ ഇന്ന് ഇവിടെ ആര് ജയിക്കുന്നു തോൽക്കുന്നു എന്നുള്ളതല്ല, ഇനിയും നല്ല രീതിയിൽ ഈ കളിയിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. അതുപോലെ ഇന്ന് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ലോകം അറിയപ്പെടുന്ന വലിയ കളിക്കാരായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സെബാസ്റ്റ്യൻ ദേവി അവരെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പേരാവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ, ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച സ്പോർട്സ് കൗൺസിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ പവിത്രൻ സാർ, അതുപോലെ നമ്മൾക്ക് ആശംസ അർപ്പിച്ച് സംസാരിച്ച പേരാവൂർ പഞ്ചായത്ത് 11ാം വാർഡിലെ റെജീന മേഡം, വേദിയിലിരിക്കുന്ന ഷാനവാസ് സാർ, സജീവൻ, നമ്മൾക്ക് ഏത് സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ കരുത്തനായ ഒരു ആശംസ പ്രാസംഗികൻ സുജീഷ്, ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള മത്സരാർത്ഥികളെ, രക്ഷിതാക്കളെ, മാധ്യമ പ്രവർത്തകരെ, ആർബിറ്ററായിട്ടും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മേഡം, എല്ലാവർക്കും പ്രത്യേകമായി ഒരിക്കൽ കൂടി ഈ പ്രൗഢഗംഭീരമായ ചെസ് ടൂർണമെന്റിലേക്കും ഈ പരിപാടിയിലേക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. കൂടുതലായി സംസാരിച്ച് കളിക്കുന്നതിനുള്ള കുട്ടികളുടെ ആകാംക്ഷാപൂർവ്വം ഇരിക്കുന്ന മനസ്സിനെ കളങ്കപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ മത്സരാർത്ഥികൾക്കും, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ നേരുകയാണ്. നമ്മൾ എങ്കിലും 1-2 വാക്കുകൾ പറയണമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ഈ കാലഘട്ടം ചെസ്സിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ചെറുപ്പക്കാരായിട്ടുള്ള പ്രജ്ഞാനന്ദയും അർജുൻ എരികാസിയും ഡി ഗുഗേഷും, അതുപോലെ നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള നിഹാൽ സരീം, SL നാരായണൻ അടക്കമുള്ള ഗ്രാൻഡ് മാസ്റ്റർമാരെ ഈ അടുത്ത കാലത്തായി ഇന്ത്യയിൽ സംഭാവന ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ചെസ് പാരമ്പര്യത്തിൽ കൂടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, സാറിവിടെ സൂചിപ്പിക്കേണ്ട പ്രജ്ഞാനന്ദയും ഗുഗേഷും അടക്കമുള്ള കുട്ടികൾ തന്നെയാണ്. 17 ടീനേജേഴ്സാണ് അവരിപ്പോഴും. അവരിപ്പോൾ ലോകത്തിന്റെ നെറുകയിലാണ് ചെസ്സിന്റെ. പ്രജ്ഞാനന്ദ ലോക ചാമ്പ്യനായിരുന്ന കാൾസിനെ പല പ്രാവശ്യം തോൽപ്പിച്ചു. അതുപോലെ തന്നെ ഈ ഏറ്റവും അടുത്ത കാലത്ത് നവംബർ മാസം നടക്കാൻ പോകുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യൻ ചൈനക്കാരനായിട്ട് ഡിങ് ലിറിനെ നേരിടുന്നതിന് വേണ്ടി നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നും ഡി ഗുഗേഷ് ആയിട്ടാണ് ചലഞ്ചറായി വന്നിട്ടുള്ളത്. സിംഗപ്പൂരിൽ വെച്ച് നടക്കുന്ന ആ ഒരു മത്സരത്തിലേക്കാണ് ചെസ് ലോകം ഉറ്റുനോക്കുന്നത്. തീർച്ചയായും നമുക്ക് ഉറപ്പിക്കാം, ഇപ്രാവശ്യം ഒരു ഇന്ത്യക്കാരനാകും ആനന്ദിന് ശേഷം ലോക ചാമ്പ്യൻ എന്ന്. അദ്ദേഹം നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാ കുട്ടികൾക്കും ആ ലെവലിലേക്ക് എത്തുന്നതിന് വേണ്ടി സാധിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, അത് മാത്രമേ പോംവഴിയുള്ളൂ. കുട്ടികൾ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ചെസ്സിന്റെ ലോകത്ത് തന്നെ അർപ്പണ മനോഭാവത്തോടു കൂടി മുന്നേറുകയാണെങ്കിൽ ഈ കേരളത്തിൽ നിന്നും കണ്ണൂർ ജില്ലയിൽ നിന്നും വിശിഷ്യ പേരാവൂരിൽ നിന്ന് വരെ നമുക്കൊരു ഗ്രാൻഡ് മാസ്റ്റർമാരെ
ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ടൂർണമെന്റിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിച്ചുകൊണ്ട് സജീവ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം നിർവഹിച്ച നിഷാ ബാലകൃഷ്ണൻ, പേരാവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അതുപോലെ ഉദ്ഘാടനം ചെയ്ത കെ പവിത്ര സാർ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്, ആശംസ അറിയിക്കാൻ എത്തിയിട്ടുള്ള മെമ്പർ രജീന സിറാജ്, പേരാവൂർ ഗ്രാമപഞ്ചായത്തിലെ, അതുപോലെ സെബാസ്റ്റ്യൻ UV, അതുപോലെ ഷാനവാസ് എക്സിക്യൂട്ടീവ് മെമ്പർ കണ്ണൂർ ജില്ലാ ചെസ് ഓർഗനൈസിംഗ് കമ്മിറ്റി, അതുപോലെ ആശംസ അർപ്പിച്ച സുജീഷ് AP, അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കൾക്കും അവരുടെ കുട്ടികൾക്കും കളിക്കാനെത്തിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ആശംസ അറിയിക്കുന്നു. ഡോക്ടർ ഷാനവാസ്. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട ചെസ് കളിക്കാരെ, അവരുടെ രക്ഷിതാക്കളെ, ഇത്രയും നല്ല ഒരു സൗകര്യമുള്ള ഒരു ഹാളും കളിക്കാനുള്ള ഒരു ആംബിയൻസും ഒരുക്കി തന്ന ഈ സംഘാടകർക്ക് ആദ്യമായിട്ട് ഒരു നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ ഈ മാസം പുതിയ ഫിഡെയുടെ ഇൻ്റർനാഷണൽ റേറ്റിംഗ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ആ റേറ്റിംഗ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ ഈ കണ്ണൂർ ജില്ലയിൽ നിന്നും ഒട്ടനവധി താരങ്ങൾ, ഒരുപാട് താരങ്ങൾ ഫിഡെയുടെ ഇൻ്റർനാഷണൽ റേറ്റിംഗ് പദവി കരസ്ഥമാക്കിയിരിക്കുകയാണ്. ആ താരങ്ങളെയെല്ലാം അഭിനന്ദിക്കാൻ കൂടി ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇതിനു മുമ്പ് ഇത്രയധികം താരങ്ങൾ ഒരുമിച്ച് റേറ്റിംഗ് നേടിയിട്ടുള്ള ചരിത്രം ഇല്ല. നമ്മൾ ഇതിനു മുമ്പുള്ള കാലം നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു വർഷം ചെസ് റേറ്റിംഗ് നേടുന്ന താരങ്ങളുടെ എണ്ണം ഈ ഒരു മാസം കൊണ്ട് നേടിയിട്ടുണ്ട്. അത് കണ്ണൂർ ജില്ലയിലുള്ള ചെസ്സിൻ്റെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ആ വളർച്ചയിൽ ചെസ് ടെക്നിക്കൽ കമ്മിറ്റി ഫോം ചെയ്തതിന് ശേഷമുള്ള മത്സരങ്ങളുടെ നടത്തിപ്പും അതും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ണൂർ ജില്ലയും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ചെസ് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് കൂടി നമ്മൾ ഇതിനെ കാണേണ്ടതാണ്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി ചടങ്ങിന് അധ്യക്ഷം വഹിച്ച പേരാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി നിഷാ ബാലകൃഷ്ണന് ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിന് ഉദ്ഘാടനം നിർവഹിച്ച തൻ്റെ എല്ലാ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ മാറ്റിവെച്ച്, നമുക്കറിയാം സ്പോർട്സ് കൗൺസിൽ എന്നുള്ളത് ചെസ്സിൻ്റെ മാത്രമല്ല, നൂറുകണക്കിന് സ്പോർട്സ് മത്സരങ്ങൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് പോലും ഇവിടെ എത്തിച്ചേർന്ന് ഈ ചെസ്സിൻ്റെ, അതുപോലെ തന്നെ തീർച്ചയായിട്ടും ബാലാരിഷ്ടതകൾ ഉള്ള ഈ ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരാൻ കാണിച്ച മനസ്സിനെയും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കെ പവിത്രൻ മാസ്റ്റർ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിന് സ്നേഹം നിറഞ്ഞ ഈ സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ആശംസകൾ അർപ്പിച്ച ഈ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ റജീന സിറാജ്, അതേപോലെ തന്നെ സെബാസ്റ്റ്യൻ BV, ജില്ലാ ചെസ് ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ, സജീവൻ M, ചെസ് ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പർ, അതുപോലെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ശ്രീ സുജീഷ് A, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ചെസ് പ്ലേയേഴ്സിനും, അതുപോലെ പേരൻസും രക്ഷിതാക്കൾക്കും ചെസ് സ്നേഹികൾക്കും എല്ലാം ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ കളി ആരംഭിക്കും. അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചെസ് കരുനീക്കി
ഇവിടെ അറിയിക്കുക. എല്ലാവരും തിരക്ക് കൂട്ടണ്ട, ക്യൂ ആയിട്ട്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റി ഏർപ്പെടുത്തിയ കണ്ണൂർ ജില്ലയിലെ ചെസ് ഓർഗനൈസിംഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാതല സീനിയർ ഓപ്പൺ ചെസ് ടൂർണമെൻറ്റാണ് പേരാവൂർ റോബിൻസ് ഹാളിൽ വെച്ച് നടക്കുന്നത്. ഈ ടൂർണമെൻറ്റിൽ ജില്ലയുടെ നാനാഭാഗത്തു നിന്നും 80ഓളം കളിക്കാർ പങ്കെടുക്കുന്നുണ്ട്. 1 മുതൽ 4 വരെ സ്ഥാനം കരസ്ഥമാക്കുന്ന പാർട്ടിസിപ്പൻസാണ് സംസ്ഥാന തലത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കളിക്കാൻ വേണ്ടി യോഗ്യത നേടുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള ടൂർണമെൻറ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എട്ടിയിട്ട് പറഞ്ഞാൽ മതി, അല്ല ലാസ്റ്റ് പറഞ്ഞൊന്നും. ഇന്നത്തെ ഈ ടൂർണമെൻറ്റിനെ പറ്റിയിട്ട് സുജീഷിന് എന്താണ് പറയാനുള്ളത്?
ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജില്ലാതല ഓപ്പൺ ചെസ് ടൂർണമെൻ്റാണ്. അത് സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരത്തോടെ നടക്കുന്നതാണ്. അതിൽ നിന്ന് വിജയിക്കുന്ന 4 പേർക്ക് 1, 2, 3, 4 സ്ഥാനം നേടുന്നവർക്ക് കേരള സംസ്ഥാന ചെസ് മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ അർഹത നേടും. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്പോർട്സ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. അതുപോലെ പങ്കെടുക്കുന്ന 1, 2, 3, 4 സ്ഥാനക്കാർക്ക് ട്രോഫിയും, അതുപോലെ തന്നെ അണ്ടർ 15 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ട്രോഫി കൊടുക്കുന്നുണ്ട്. അതുപോലെ അണ്ടർ 10 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ട്രോഫി കൊടുക്കുന്നുണ്ട്. പിന്നെ പങ്കെടുക്കുന്ന 10 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും മെഡലും നൽകുന്നുണ്ട്. നല്ലൊരു ടൂർണമെൻറ്റാണ്. 70ഓളം ആൾക്കാർ, 75ഓളം മത്സരാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പയ്യന്നൂർ, തളിപ്പറമ്പ്, കണ്ണൂർ ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ ആൾക്കാർക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ടൂർണമെൻറ്റാണിത്. നല്ല രീതിയിൽ മത്സരം അരങ്ങേറുകയാണ്. താങ്ക് യു.